അഹമ്മദാബാദ് വിമാന അപകടത്തിന്റെ കാരണം പൈലറ്റുമാരുടെ മാത്രം പിഴവാണെന്ന നിഗമനത്തിലെത്താൻ കഴിയില്ല എന്ന് വ്യോമയാന വിദഗ്ധർ. സ്വിച്ചുകൾക്ക് ഇരുവശവും സംരക്ഷണ ബ്രാക്കറ്റുകൾ ഉള്ളതിനാൽ അബദ്ധത്തിൽ കൈതട്ടി സ്വിച്ച് ഓഫ് ആകാനുള്ള സാധ്യത ഇല്ലെന്നും ഇലക്ട്രിക് പിഴവിനെ തുടർന്ന് സ്വിച്ചുകൾ കട്ട് ഓഫ് ആകാൻ സാധ്യതയുണ്ടെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്. കോക്പിറ്റ് വോയിസ് റെക്കോർഡറിന്റെ പൂർണ്ണ ഓഡിയോയും ട്രാൻസ്ക്രിപ്റ്റും പുറത്തു വന്നാൽ മാത്രമേ ഇക്കാര്യത്തിൽ വ്യക്തത ഉണ്ടാകൂവെന്നാണ് പൈലറ്റുമാരുടെ നിലപാട്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടിയാണ് ചേരുന്നത്. ബൽറാം, വെരി ഗുഡ് മോർണിംഗ്. ഇന്നലെ തന്നെ പല വ്യോമയാന വിദഗ്ധരോടും പൈലറ്റുമാരോടും ഒക്കെ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് പൈലറ്റ് ബോധപൂർവം ഇത് ചെയ്യാനുള്ള ഒരു സാധ്യത വളരെ കുറവാണ്. പക്ഷേ അല്ലാത്ത രീതിയിൽ ഒരു മാനുവൽ അല്ലാതെ ഇത്തരത്തിലൊരു സാങ്കേതിക തകരാർ പറ്റുമോ എന്ന കാര്യത്തിൽ ബോയിങ് ആണ് ഒരു വിശദീകരണം നൽകേണ്ടത്, അല്ലെങ്കിൽ ആ രീതിയിലുള്ള സാങ്കേതിക വിദഗ്ധരാണ് വിശദീകരണം നൽകേണ്ടതെന്ന് പറയുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരം വരുന്നത് എന്താണ്? വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, ഉന്മേഷ്. കഴിഞ്ഞ ദിവസം ഈ അഹമ്മദാബാദ് വിമാന അപകടവുമായി ബന്ധപ്പെട്ടുള്ള പ്രാഥമിക റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. അത് വലിയ തോതിൽ ചർച്ചയാകപ്പെടുകയും ചെയ്തു. ആ റിപ്പോർട്ടിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം എന്നുള്ളത് ഈ ഇന്ധന സ്വിച്ചുകളുടെ പ്രവർത്തനത്തിൽ ഉണ്ടായ ഒരു പിഴവ്, അത് മാനുവലായ ഒരു പിഴവാകാം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാങ്കേതിക പിഴവുകൾ ആകാം. എന്തായാലും അത് ആണ് ഈ അപകടത്തിന് ഇടയാക്കിയത് എന്നുള്ളതാണ്. കൂടാതെ ഈ കോക്പിറ്റ് വോയിസ് റെക്കോർഡറിൽ നിന്നും പൈലറ്റും സഹ പൈലറ്റും തമ്മിലുള്ള സംഭാഷണത്തിൻ്റെ വിവരങ്ങളും പുറത്തു വന്നിരുന്നു. ഇതിൽ ഇത് എന്തിനാണ് ഓഫാക്കിയത് എന്നും താനല്ല എന്നും പറയുന്ന വളരെ പരിമിതമായ ഒരു വിവരങ്ങൾ മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ പുറത്തു വന്ന പ്രാഥമിക വിവരങ്ങളിൽ നിന്നും മാത്രമായി പൈലറ്റുമാരുടെ പിഴവാണ് ഈ ഒരു അപകടത്തിനിടയാക്കിയത് എന്ന നിഗമനത്തിലേക്ക് എത്താനാകില്ല എന്നാണ് അന്താരാഷ്ട്ര തലത്തിൽ തന്നെയുള്ള പൈലറ്റ് വിദഗ്ധന്മാർ കൂടാതെ ഈ വ്യോമയാന വിദഗ്ധർ എന്നിവർ വ്യക്തമാക്കുന്നത്. കാരണം ഈ അബദ്ധത്തിൽ ഈ സ്വിച്ചുകൾ ഓഫ് ആകാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് വിദഗ്ധർ വ്യക്തമാക്കുന്നു. കാരണം സംരക്ഷണ ബ്രാക്കറ്റുകൾ ഇരുവശവും ഈ സ്വിച്ചുകൾക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ അബദ്ധത്തിലാകാനുള്ള സാധ്യതയില്ല. ഒപ്പം തന്നെ ഈ വോയിസ് റെക്കോർഡറിലെ ശബ്ദമനുസരിച്ച് ഇരുവരും ഈ രണ്ട് പൈലറ്റുമാരും അത് ഓഫ് ചെയ്തതാകാനുള്ള സാധ്യതയും തള്ളിക്കളയണം എന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ അതൊരു സാങ്കേതിക പിഴവാകാം. അത് ഇലക്ട്രിക്കൽ ഫെയിലിയർ കൊണ്ടോ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഫെയിലിയർ കൊണ്ടോ അത്തരത്തിലുള്ള ഉണ്ടാകാനുള്ള സാധ്യത അതടക്കം പരിശോധിക്കണമെന്നും ഭാവിയിലെ വ്യോമയാന സുരക്ഷയ്ക്ക് അത് അത്യാവശ്യമാണ് എന്നുമാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. നേരത്തെ തന്നെ ഈ സ്വിച്ചുകളുമായി ബന്ധപ്പെട്ട് ഉള്ള മാർഗനിർദ്ദേശങ്ങൾ അത് ഇത്തരത്തിൽ പിഴവുണ്ടോ എന്ന് പരിശോധിക്കണം എന്നതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും നടപടികൾ ഇക്കാര്യത്തിൽ വേണം എന്ന് വിദഗ്ധർ നിർദ്ദേശം നൽകിയിട്ടില്ല. അത് ഈ വ്യോമയാന മാർഗനിർദ്ദേശങ്ങളുടെ ഭാഗമായി ഈ സ്വിച്ചുകളുടെ പ്രവർത്തനം പരിശോധിക്കണമെന്ന് മാത്രമാണ് നിഷ്കർഷിച്ചിരുന്നത്. എന്നാൽ അതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണമെന്നാണ് വിദഗ്ധർ അഭിപ്രായം. ഒരു കാര്യം കൂടി, ഈ കോക്പിറ്റിൽ നിന്നുള്ള ആ ഒരു സംഭാഷണം പുറത്തു വന്നത് വളരെ അപൂർണമായിരുന്നു. അതിൽ നിന്ന് നമുക്ക് കൃത്യമായ വിവരങ്ങളൊന്നും ലഭിക്കില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു പൂർണ്ണ സംഭാഷണവും അതിന്റെ ഒരു ട്രാൻസ്ക്രിപ്റ്റും അത് എന്നത്തേക്ക് പുറത്തു വരും, അത് പുറത്തുവിടാനുള്ള ഒരു സാധ്യതയുണ്ടോ? ക്രിസ്റ്റീന, ഈ വിഷയത്തിൽ മുൻപ് നടന്ന വ്യോമ അപകടങ്ങളെ സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ പരിശോധിക്കുമ്പോൾ പ്രാഥമിക റിപ്പോർട്ട് അത് ഒരു മാസത്തിനകം പുറത്തു വരിക പതിവാണ്. അത് ആ രീതിയിൽ ഒരു തത്വം ഇതിൽ പാലിക്കപ്പെടാറുണ്ട്. എന്നാൽ അന്തിമ അന്വേഷണ റിപ്പോർട്ട് എപ്പോൾ പുറത്തു വരും എന്നതുമായി ബന്ധപ്പെട്ട് ഒരു ഉറപ്പും ഈ ഘട്ടത്തിൽ നൽകാൻ കഴിയില്ല. അത് ഈ അന്വേഷണ സംഘം ഉൾപ്പെടെ ഇക്കാര്യത്തിൽ ഒരു ഉറപ്പും നൽകുന്നുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നേരത്തെ ഉണ്ടായ വിമാന അപകടങ്ങളുടെ റിപ്പോർട്ടുകൾ ഏതാണ്ട് ഒരു വർഷം സമയമെടുത്ത ശേഷം മാത്രമാണ് പൂർണ്ണമായ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. ഒപ്പം തന്നെയാണ് ഈ പൈലറ്റുമാരുടെ സംഭാഷണവുമായി ബന്ധപ്പെട്ടുള്ള പൂർണ്ണ വിവരങ്ങൾ. അത് സെക്കൻഡുകൾ മാത്രമാണ് ഈ വിമാനം പറന്നത് എന്നതുകൊണ്ട് തന്നെ ആ സംഭാഷണം അവർക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞിരുന്നോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഒപ്പം തന്നെ ഇത് തകർന്ന പോയ ഭാഗങ്ങളിൽ നിന്നാണ് ഇത് കണ്ടെടുത്തത്. ഈ കോക്പിറ്റ് വോയിസ് റെക്കോർഡറിൽ ഉൾപ്പെടെ തകർക്കപ്പെട്ട വിമാനത്തിൽ നിന്നാണ് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് കണ്ടെത്താൻ കഴിഞ്ഞത് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ സംഭാഷണം പൂർണ്ണമായിരുന്നോ, അത് അതിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടോ, അതിൽ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ എന്നീ കാര്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഈ അന്വേഷണ സംഘം തന്നെയാണ് പുറത്തു വിടേണ്ടത്. എന്നാൽ ഈ സംഭാഷണത്തിൻ്റെ പൂർണ്ണ വിവരങ്ങൾ വന്നു എങ്കിൽ മാത്രമേ എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചിരുന്നത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പുറത്തു വരൂ എന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ വോയിസ് റെക്കോർഡറിൽ പതിഞ്ഞ ശബ്ദത്തിൻ്റെയും അതിൻ്റെ ട്രാൻസ്ക്രിപ്റ്റും പൂർണ്ണമായി പുറത്തുവിടണം എന്ന ആവശ്യവും ഈ പൈലറ്റുമാരുടെ സംഘടനയുടെ ഭാഗത്തു നിന്നും ഉയർന്നിട്ടുണ്ട്. ക്രിസ്റ്റീന, ഉന്മേഷ്.
ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. കോക്പിറ്റിൽ നിന്നുള്ള ആ ഒരു സംഭാഷണം വളരെ അപൂർണമായിരുന്നു. അതിൽ നിന്നൊരു നിഗമനത്തിലെത്താൻ സാധിക്കില്ല എന്നാണ് പൈലറ്റുമാരുടെ സംഘടന പറയുന്നത്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായ സംഭാഷണം അത് പുറത്തുവിടണമെന്ന ആവശ്യവും അവർ ഉയർത്തുന്നുണ്ട്.